കഴിക്കണം. കഴിക്കാൻ ഇതാ വേൾഡ്സ് നമ്പർ 1 ബിരിയാണി. ബിരിയാണി ദിനേശ് ചേട്ടാ, ഇതിൻ്റെ അകത്ത് സാലഡും അച്ചാറും മുട്ടയൊന്നുമില്ല. മുട്ടയും സലാഡും അച്ചാറൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കണം. ആണോ? ചോദിച്ചോളൂ. എങ്ങനെയാ സാധിക്കുന്നത്? എനിക്ക് ദിനേശ് ചേട്ടനെ പോലെ അങ്ങനെ പറയാനൊന്നും അറിയില്ല. ബിരിയാണി കൊള്ളൂല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. നീ ഏതടി? നീ ആള് ശരിയല്ലല്ലേ? നീ ആരടാ? നീ ബിരിയാണി കണ്ടിട്ടുണ്ടാ? പറഞ്ഞു കൊടുക്കണേ. ഇത് ബിരിയാണി അല്ലേ? നീ നല്ല ബിരിയാണി കണ്ടിട്ടുണ്ടോ? ആ, പക്ഷെ ഈ ബിരിയാണി കൊള്ളൂല. ഇത് മോശം. അവരിങ്ങനെ സ്റ്റേനായിട്ട് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ഇതേ എൻ്റെ അമ്മയുടെ റെസിപ്പി ഈ ബിരിയാണി. നമ്മൾ വല്ല പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ കൊണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞങ്ങൾ കുറേ ആളുകൾക്ക് ഈ ബിരിയാണി വെച്ചു കൊടുത്തിട്ടാണ് ഈ ബിരിയാണി ഇപ്പം നിനക്ക് ഞാൻ വെച്ച് തരുന്നത് കേട്ടാ. ഈ അപ്പൊ അമ്മക്കും ബിരിയാണി വെക്കാൻ അറിയില്ല. ദിനേശ് ചേട്ടാ, ഇവിടെ മൊത്തം ഈച്ച. എനിക്കറിയില്ല. ഈ ഈച്ചനെ ഞാൻ കൊണ്ടുവന്ന് പോറ്റുന്നൊന്നുമല്ല. നീ അന്ന് എനിക്ക് ബിരിയാണി ഒരു ഈച്ച പാറകിടന്നില്ലേ? ആ സെയിം ഈച്ച ഇത്. ആ ഈച്ചനെ ദിനേശ് ചേട്ടാ കൊന്നിട്ടില്ല അപ്പൊ തന്നെ. ആ ഈച്ചക്ക് ബന്ധുക്കളുണ്ടാവില്ലേ? എന്താ ഇതുപോലുള്ള വിട്ടിത്തങ്ങളൊക്കെ പുലമ്പുന്നത്? ദിനേശ് ചേട്ടാ, ഈ അരിയും ചിക്കനെല്ലാം വെറുതെ വിറകടുപ്പ് കൂട്ടിയിട്ടാൽ ബിരിയാണി ആവൂല. തന്നോട് ചോദിച്ചില്ല. നിനക്കെല്ലാം എന്ത് ബിരിയാണി ഇറങ്ങി തിന്നണ്ട. നീ എടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ചേട്ടാ, ഇതേടി പോന്ന് ഒരു റിവ്യൂ പറയുമ്പോ അതിന്റെ സ്പിരിറ്റിൽ എടുക്ക്. ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. I don't have time for losers. പോടാ. ആളിപ്പോയി. നല്ല ബിരിയാണി. അല്ലടാ, ആണ്.